പരിസ്ഥിതി മലിനീകരണത്തിൽ എന്നും മനുഷ്യൻ മുൻപന്തിയിൽ തന്നെയാണ്. വിരിയുന്നതിനു മുൻപേ, കായ്ഫലങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപേ പൂക്കൾ പറിച്ചെടുക്കുന്നതിനും സ്വാർത്ഥ ലാഭത്തിനായി മാനിനെയും ആനകളെയുമെല്ലാം തന്നെ ക്രൂരമായി കൊല്ലുന്നതിനും മനുഷ്യൻ മടി കാണിക്കുകയില്ല എന്നുള്ളത് അവർക്ക്, അതായത് പുരാതന ഋഷിമാർക്ക് അറിയാമായിരുന്നു. അതിനാൽ തന്നെ സത്യം, കല, തപസ്, ജ്ഞാനം തുടങ്ങിയവയിലൂടെ മാത്രമേ ലോകജീവിതം മെച്ചപ്പെടുത്തുവാൻ സാധിക്കൂ എന്നും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന മനുഷ്യന് ശാന്തിയും സന്തോഷവും ഉണ്ടാകുമെന്നും പുരാതനമായുള്ള ആചാര്യന്മാർ പരാമർശിച്ചിട്ടുണ്ട്. ഉദാരമായ മനസ്സുള്ളവർക്ക് മാത്രമേ വസുധയെ, അതായത് ഭൂമിയെ കുടുംബമായി കാണാൻ സാധിക്കുകയുള്ളൂ എന്നും അവർ അഭിപ്രായപ്പെടുന്നു. പരിസ്ഥിതി മലിനീകരണം ഇന്ന് വളരെ ഭീതിയുണ്ടാക്കുന്ന ഒരു സമസ്യയാണ്. പരിസ്ഥിതി സന്തുലനത്തിൽ വൃക്ഷങ്ങളുടെ പങ്ക് അളവറ്റതാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുവിടുന്ന മരങ്ങൾ ശരിക്കു പറഞ്ഞാൽ ദൈവത്തിൻ്റെ വരദാനമായി നമുക്ക് ലഭിച്ചതാണ്. താരയതി ജനാൻ ദുഃഖസാഗരാത് ഇതി തരു എന്നുള്ള വൃക്ഷപര്യായ വ്യുൽപ്പത്തി വളരെയധികം ശ്രദ്ധേയമാണ്. ദുഃഖമാകുന്ന സമുദ്രത്തിൽ നിന്നും ജനങ്ങളെ കരകയറ്റുന്നവയാണ് വൃക്ഷങ്ങൾ. ഇതാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. വേദങ്ങളിൽ വൃക്ഷങ്ങൾ ശിവസ്വരൂപങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളെ വന്ദിക്കുന്ന ഒരു സമ്പ്രദായവും നിലവിൽ വന്നു. നമോ വൃക്ഷേഭ്യ എന്ന വന്ദനത്തോടൊപ്പം തന്നെ വൃക്ഷങ്ങളെ നടുന്നതുകൊണ്ടും അതിനെ വേണ്ടും വിധം സംരക്ഷിക്കുന്നത് കൊണ്ടും ഉള്ള മഹത്വത്തെയും പ്രാചീന ഋഷിമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. പഞ്ചാമ്രവാപി നരകം നയാതി എന്ന വാക്യത്തിലൂടെ 5 മാവിൻ തൈകൾ വയ്ക്കുന്ന ആൾ നരകത്തിൽ പോവില്ല എന്ന് വരാഹ പുരാണം നമ്മെ അറിയിക്കുന്നു. ദശകൂപ സമാവാപി ദശാവാപി സമാഹൃത ദശഹൃദ സമപുത്രോ ദശപുത്ര സമോദ്രുമ എന്ന മത്സ്യപുരാണത്തിലും പറയുന്നുണ്ട്. അതായത് 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം, 10 കുളങ്ങൾക്ക് സമം ഒരു തടാകം, 10 തടാകത്തിന് സമമാണ് ഒരു പുത്രൻ, എന്നാൽ 10 പുത്രന്മാർക്ക് സമം ഒരു വൃക്ഷമാണ്. ഇതാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വൃക്ഷങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. ഏതേ വൃക്ഷ മഹാശ്രേഷ്ഠ സർവേ ദേവാംശ സംഭവ എന്നതിൻ പ്രകാരം വാമനപുരാണത്തിൽ വൃക്ഷങ്ങളുടെ ഉൽപ്പത്തി ദേവന്മാരിൽ നിന്നാണെന്നാണ് പറയുന്നത്. അരയാൽ വൃക്ഷം സൂര്യനിൽ നിന്നും, കൂവളം ലക്ഷ്മി ഭഗവതിയുടെ കരത്തിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് പറയപ്പെടുന്നു. അയം വില്ലുതരുശ്രേഷ്ഠ പവിത്രപാപനാശന തസ്യ മൂലേ സ്ഥിതാദേവി ഗിരിജാനാത്ര സംശയ എന്ന് കൂവള പ്രശംസയായി സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. ദേവിയുടെ ഇരിപ്പിടം ആയതിനാൽ തന്നെ അതിൻ്റെ സംരക്ഷണം ഭക്തരുടെ കടമയായി മാറി. കൂവളം ജനങ്ങൾക്ക് ശിവപൂജയ്ക്കും മറ്റും ഉപകാരപ്രദമാണ്. ഒപ്പം തന്നെ അതൊരു ഔഷധ സസ്യവുമാണ്. ഐശ്വര്യമുള്ള വൃക്ഷമായി കൂവളത്തെ കൽപ്പിക്കുന്നുണ്ട്. ത്രിദളം ത്രിഗുണാകാരം ത്രിനേത്രം ച ത്രയായുഷം ത്രിജന്മ പാപസംഹാരം ഏകവില്വം ശിവാർപ്പണം എന്നതിൽ കൂടി മനസ്സിലാക്കാം കൂവളത്തിൻ്റെ മാഹാത്മ്യം. അതുപോലെ അരയാൽ വൃക്ഷത്തെ നടുകയും അതിനെ സംരക്ഷിക്കുകയും വേണ്ടതാണ്. ആരോപണീയ സേവ്യാച്ച പൂജനീയ സദാനരേ അമരത്വം സദാകൽപ്പോ ഹരേശ്ചായതനം വട എന്നത് സ്കന്ദപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും ത്യഗ്രോദരത്മേ പാപം കൽപ്പവൃക്ഷ നമോസ്തുതേ എന്ന് ബ്രഹ്മപുരാണത്തിലും കാണുന്നുണ്ട്. അരയാലിൻ്റെ മഹത്വത്തെ പലതരത്തിലും വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഏകോ ഹരി സർവവൃക്ഷഗതോ വിഭാതി നാനാരസൈസ്തു പരിഭാവിത മൂർത്തിരേവ എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ ഓരോരോ രൂപങ്ങളായി വൃക്ഷങ്ങളെ പരിചയപ്പെടുത്തി അതിൻ്റെ വിവിധ രസങ്ങൾ ഉൾക്കൊണ്ട ഫലങ്ങൾ, വിവിധ മണങ്ങളുള്ള പുഷ്പങ്ങൾ ഇവയെല്ലാം വിഷ്ണുവിൻ്റെ പലവിധ ഭാവങ്ങളായും കൽപ്പിച്ചിരിക്കുന്നു. അശ്വത്ഥ സർവവൃക്ഷാണാം എന്ന ഗീതാവാക്യവും ഇതുതന്നെയാണ് പറഞ്ഞു തരുന്നത്. ധാർമ്മിക ഭാവനയിലൂടെ വൃക്ഷങ്ങളുടെ മഹത്വം പ്രഖ്യാപിക്കുന്ന പല പല സന്ദർഭങ്ങളും പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. വൃക്ഷങ്ങളെ നടുന്നത് പ്രോത്സാഹിപ്പിക്കാനായി അവ നടുന്നതുകൊണ്ടുള്ള മഹത്തായ ഫലങ്ങളെയും അവർ പ്രചരിപ്പിച്ചു. ബ്രഹ്മപുരാണത്തിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യപ്പുമാൻ രോപയേത് വൃക്ഷാൻ ഛായാ പുഷ്പഫലോപമാൻ സർവസത്വോപയോഗായ സയാദിപരമാം ഗതിം എന്ന് വെച്ചാൽ, ഏതൊരാളാണോ എല്ലാ ജനങ്ങൾക്കും ഉപകാരമാകുന്ന തരത്തിൽ തണലും ഫലങ്ങളുമെല്ലാം തന്നെ തരുന്ന വൃക്ഷങ്ങളെ നട്ട് സംരക്ഷിക്കുന്നത് അയാൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഗതി ഉണ്ടാകുന്നതാണ്.
വളരെയധികം പ്രോത്സാഹനം തരുന്ന ഒരു ശ്ലോകം തന്നെയാണിത്. അശ്വത്ഥം രോപയിത്യസ്തു പൃഥിവ്യം പ്രയതോ നരാ തസ്യ പാപസഹസ്രാണി വിലയം യാതി തൽക്ഷണാത് തുളസി രോപിതായേന ഗൃഹസ്ഥേന മഹാഫല ഗൃഹേ തസ്യ ദാരിദ്ര്യം ജായതേനാത്ര സംശയ എന്നതിൻ പ്രകാരം ഒരു അരയാൽ വൃക്ഷം നടുന്നവൻ്റെ 1000 പാപങ്ങൾ തൽക്ഷണം തന്നെ ഇല്ലാതാകുന്നു. തുളസി ആരുടെ വീട്ടിലാണോ ഉള്ളത് അയാളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. മത്സ്യപുരാണത്തിൽ പറയുന്നത് യശ്ചൈകമപി രാജേന്ദ്രവൃക്ഷം സംസ്ഥാപയേന്നരാസോപി സ്വർഗേ വസത് രാജൻ യാവതിന്ദ്രായുധത്രയം എന്നതാണ്. ആരാണോ ഒരു വൃക്ഷമെങ്കിലും നടുന്നത് അയാൾക്ക് പോലും അനവധി കാലം സ്വർഗത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടിയും ജീവിക്കാൻ കഴിയും എന്നാണ് പുരാണത്തിൽ പറയപ്പെടുന്നത്. യജ്ഞേനാപിച്ച രാജേന്ദ്ര പിപ്പിലാരോപണം കുരു സതുപുത്ര സഹസ്രാണാമേകയേവ കരിഷ്യതി എന്നത് പത്മപുരാണത്തിലും പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പുരാണങ്ങളും വൃക്ഷങ്ങളെ നടുന്നതിനും സംരക്ഷിക്കുന്നതിനും ഉള്ള പ്രേരണ നൽകുന്നുണ്ടെന്ന് കാണാം. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രസ്താവനയ്ക്ക് പിന്നിൽ പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ് പൂർവികർ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.